അതെ, ഞാനൊരു സംഖ്യയാണ്, അഭിമാനത്തോടെ പറയുന്നത്. ഇത് പറയുന്നത് ബിഗ് ബോസ് താരമായിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. അപ്പോൾ പലരും ഇതിങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത് വരികയാണ്. ആർക്ക് ഇതിനെ തടുക്കാൻ കഴിയും? ഈ പറയുന്നതിൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരാൾ ആർക്കും ഇഷ്ടമുള്ള പാർട്ടിയിലേക്ക് പോകാം, ഇല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ പറയാം, യാതൊരു കുഴപ്പമില്ല. പക്ഷേ BJP ആണെന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഞാൻ സംഘപരിവാർ അനുകൂലിയാണെന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടും. ആദ്യം പറയും ചാണകമാണെന്ന്. ചാണകത്തിൽ ചവിട്ടി എങ്ങനെയൊക്കെ പറയും. റോബിൻ രാധാകൃഷ്ണൻ അഭിമാനപൂർവ്വം പറയുകയാണ്, ഞാൻ RSSകാരനാണ്, ഞാൻ സംഘപരിവാർ സംഖ്യയാണ് എന്ന് പറയുകയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. എന്താണ് റോബിൻ രാധാകൃഷ്ണൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ഒരു ചിത്രം അത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒഫീഷ്യൽ അക്കൗണ്ടിനകത്ത് ഷെയർ ചെയ്തു. ഇത് ഷെയർ ചെയ്തതോടുകൂടി ഇതിൻ്റെ അടിയിൽ വന്ന കമൻസാണ്, നീ RSS ആയി, നീ സംഘപരിവാറായി, BJP ആയോ, സംഖ്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തെറിവിളി. പുള്ളിയെ തെറിവിളി എന്ന് പറഞ്ഞാൽ തെറിയുണ്ട വിഷയം. അതെ, ഭയങ്കരമായി തെറി വിളിക്കുന്നു. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറിവിളിയാണ്. അതുപോലെ തന്നെ മെസ്സേജ്, ഭീഷണി മെസ്സേജുകളൊക്കെയാണ് റോബിൻ രാധാകൃഷ്ണൻ വരുന്നത്. അതെന്താ, ഒരാൾക്ക് BJP ആവാൻ പാടില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഒരാളുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് അയാളാണ്, അയാളുടെ ഇഷ്ടമാണ് എന്ത് രാഷ്ട്രീയം സ്വീകരിക്കുന്നത്. ഇവിടെ എത്ര ആൾക്കാർ ഈ പറയുന്ന പല രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്നു. അവർ പലരും CPM ആവുന്നു, കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നു, ഞാൻ വലിയ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ മാർക്സിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലേബലെടുത്ത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ ഒരുപാട് പേര്. ഭയങ്കര വിപ്ലവമാണ്, ഞാൻ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ. ഇവിടെ ആ മാറ്റം വേണം, ഈ മാറ്റം വേണം, അങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരുന്നു. അവരുടെ നിലപാടുകളെ, അവരുടെ രാഷ്ട്രീയത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷേ ഇപ്പുറത്ത് ഒരാൾ BJP ആണെന്ന് പറഞ്ഞാൽ, ഞാൻ BJP കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എന്തായത് പ്രശ്നം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, BJP ആവാൻ പാടില്ല, സംഘപരിവാർ ആവാൻ പാടില്ല, RSS ഞാൻ ഇതൊക്കെ ആയിട്ട് ഒരാളാണ്, ഞാൻ BJP കാരനാണ്, ഞാൻ RSS കാരനാണ്, അങ്ങനെ അഭിമാനപൂർവ്വം പറയുന്നതാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ്യമാണ്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. റോബിൻ രാധാകൃഷ്ണൻ ചെയ്തത് അതാണ്. റോബിൻ രാധാകൃഷ്ണന് കൃത്യമായ ബോധ്യമുണ്ടായി, ശരിപക്ഷം എന്താണെന്ന് മനസ്സിലായി, എന്താണ് ശരിയായ രാഷ്ട്രീയം എന്ന് ബോധ്യമുണ്ടായി. ദേശീയതയിലേക്കാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. ആ ദേശീയതയിലേക്ക്, ദേശീയ ബോധം, ദേശീയമായിട്ടുള്ള ബോധം, ഞാൻ ഇന്ത്യക്കാരനാണെന്നുള്ള ബോധമാണ് അടിസ്ഥാനപരമായിട്ട് സംഘപരിവാറും BJP ഒക്കെ പഠിപ്പിക്കുന്ന കാര്യം. നമ്മൾ ഇന്ത്യക്കാരനാണ്, നമ്മൾ ഇന്ത്യയോട്, നമ്മുടെ മാതൃഭൂമിയോട് കൂറുള്ളവരായിരിക്കണം, അതെയാണ് ഏറ്റവും പരമപവിത്രമായിട്ട് കാണേണ്ടത്, അതിനെയാണ് ആദരിക്കേണ്ടത്. ഇത് പറയുന്നുണ്ട്. ഇത് റോബിൻ രാധാകൃഷ്ണനെ മാത്രമല്ല ആക്രമിച്ചിട്ടുള്ളത്. മുമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര്, നടി ശോഭന ഒരു സ്ത്രീ ശാക്തീകരണ പരിപാടി തൃശ്ശൂർ വെച്ച് നടത്തിയതിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. അപ്പോൾ പ്രമുഖരായിട്ടുള്ള സ്ത്രീകളിൽ പലരും വേദിയിലേക്ക് വന്നു. ആ വേദിയിൽ നടി ശോഭനയുണ്ടായിരുന്നു. ശോഭനയെ അന്ന് തൊട്ട് ആക്രമിക്കാൻ തുടങ്ങി. ശോഭന സംഘപരിവാറായി, സംഖ്യയായി, RSS ആയി, BJPയുടെ സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു എന്നടക്കം പറഞ്ഞ് നിരന്തരമായ ആക്രമണം. സുരേഷ് ഗോപിയോടും ഇതല്ലേ ചെയ്ത്. സുരേഷ് ഗോപി BJP കാരനായതോടുകൂടി എന്തൊരു ആക്രമണമാണ് അദ്ദേഹം നേരിടുന്നത്. മാധ്യമപ്രവർത്തകർ, കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഏറ്റവും പകയോടുകൂടി ആക്രമിച്ചത്, ഒരു ചെയ്യുന്നത് 100% തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യം അവർക്കുണ്ടായിട്ടും ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരുപാട് TV മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ട്. എനിക്കറിയാമെന്നുള്ള ആൾക്കാർ. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, അവർക്കറിയാം ഇത് അവർ പറയുന്നത് തെറ്റാണ്, സുരേഷ് ഗോപി ചെയ്യുന്നത് ശരിയാണ്, സുരേഷ് ഗോപി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും സുരേഷ് ഗോപിയെ ആക്രമിക്കുന്നത് ആ രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് മാത്രമാണ്. BJP രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ വലിയ തെറ്റാണ്. KS ചിത്ര BJPയുടെ വേദിയിൽ പോലും വന്നില്ല. അവരെന്താ ചെയ്തത്? രാമക്ഷേത്രത്തിൻ്റെ ഈ നേത്രോന്മിലന ദിവസം, ആ ദിവസത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിൻ്റെ അന്ന് നാമം ജപിച്ചു. ഭഗവാന്റെ നാമം എല്ലാവരും ജപിക്കണം, എല്ലാവരും ഈശ്വരനാമം ജപിക്കണം, രാമ ജപിക്കണമെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതോടുകൂടി ഇവിടെ വലിയ പ്രശ്നമായി. ഇവിടെ എന്താ പറയുന്നത്? ബാബറി മസ്ജിദ് തകർത്തു, അതാണ് പ്രശ്നം. ഇവിടെ സംഘപരിവാറാണ് തകർത്തത്. അതെ, എന്താ കുഴപ്പം? എന്താണ് സംഭവിച്ചത്? ആ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അവരുടെ രാമൻ്റെ ക്ഷേത്രം തിരിച്ചു പിടിച്ചതാണ്. അത്രയല്ലേ ഉണ്ടായുള്ളൂ. 1,00,000-ലേറെ ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ തകർത്തിട്ടുണ്ട്, 1,00,000-ലേറെ ക്ഷേത്രങ്ങൾ. അപ്പോഴാണ് ഇവർ വന്നിട്ട് പറയുന്നത് ഒരു പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. അപ്പോൾ എന്താ, അവൻ്റെ സ്വാഭിമാനത്തെ ഹിന്ദു വീണ്ടെടുക്കുന്നതിൽ വലിയ പ്രശ്നമാണ് ഇവിടെ. മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാവും. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എന്താണ്? പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്? മതമാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന പാർട്ടിയല്ലേ. മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുന്നതെന്ന് പറയുന്നതല്ലേ. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ, ആ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെ സ്വീകാര്യതയില്ലേ? അവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടില്ലല്ലോ.
ഇവിടുത്തെ ഈ പറയുന്ന കൊലപാതകങ്ങൾ വർഗീയതയല്ല, അത് വർഗീയത മതേതര കൊലപാതകങ്ങളാണ്, വർഗീയ കൊലപാതകങ്ങൾ ബാക്കിയുള്ളതാണല്ലോ. അപ്പോൾ ഇതാണ് നയം. അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ ഈ വീഡിയോ ഈ ഫോട്ടോ പങ്കുവെച്ചതിൻ്റെ അകത്ത് തെറിവിളി വന്നതോടുകൂടി റോബിൻ ഒരു വീഡിയോ ചെയ്തു. ഞാൻ ഒരു ഫോട്ടോ ഇട്ടതിൻ്റെ പേരിൽ എന്നെ എല്ലാവരും കൂടെ സംഖ്യയാക്കി എന്നെ BJP ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞു. എന്നിട്ട് റോബിൻ രാധാകൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞു, അതെ ഞാൻ സംഖ്യയാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു. എനിക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമാണ്, എനിക്ക് BJP ഇഷ്ടമാണ്, അമിത്ഷായെ ഇഷ്ടമാണ്, രാജീവ് ചന്ദ്രശേഖരനെ ഇഷ്ടമാണ്, കെ സുരേന്ദ്രനെ ഇഷ്ടമാണെന്ന് എണ്ണി ഉറപ്പിച്ചു പറഞ്ഞു റോബിൻ രാധാകൃഷ്ണൻ. കൃത്യമായ ബോധ്യം. അത് RSS ആണ്, ഞങ്ങൾ BJP ആണെന്ന് പറയാൻ യാതൊരു മടിയില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും BJP ആവാൻ പാടില്ല. BJP ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ സ്വാധീനമുണ്ടായി, രാജ്യമാകെ ഭാരതമാകെ BJPക്ക് അനുകൂല ഒരു തരംഗമുണ്ടായി, മോദി തരംഗം. ആ തരംഗത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് യുവാക്കളെ, പ്രത്യേകിച്ച് കേരളത്തിലെ യുവാക്കളെയൊക്കെ പറഞ്ഞ് ഇതിലേക്ക് BJPയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ആസൂത്രണത്തോടുകൂടി പറഞ്ഞു വരുത്തിയ സംഘി എന്നുള്ള വിളിപ്പേരാണ്. അത് ഭയന്ന് പലരും BJPയിലേക്ക് വന്നില്ല. പിന്നെ ഇപ്പോൾ മാറി തുടങ്ങി, ആൾക്കാർ നല്ലപോലെ മാറി. കേരളത്തിലെ യുവാക്കൾ, കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ മാറി തുടങ്ങി. അവർക്ക് കൃത്യമായി ബോധ്യം വന്നു, അതെ ഞാൻ സംഖ്യയാണ്, എന്താ കുഴപ്പം? കൃത്യമായ നിലപാടെടുക്കുന്നു ആൾക്കാർ, വ്യക്തമായിട്ട് പറയുന്നു. മുതിർന്നവർ തൊട്ട് യുവാക്കൾ വരെയുള്ള, കുട്ടികൾ വരെയുള്ളവർ കൃത്യമായി നിലപാടെടുക്കുന്നു. ഞാൻ ഹിന്ദുവാണെന്നുള്ള ബോധ്യം വരുന്നു. എന്താണ് പ്രശ്നമെന്നറിയാമോ? ഇവിടെ ഹിന്ദുവായിരുന്നാൽ, നന്ദഗോവിന്ദ ഭജൻസിലെ ആ പിള്ളേർ കുറിയിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട്, ആ ഗായകരായിട്ടുള്ള ഒരു കുറിയിട്ടിരുന്നു, കണ്ടില്ലേ? കുറിയിട്ടിരിക്കുന്നു, സംഖ്യയാണ്. സംഖ്യ കുറിയിട്ടാൽ ഒന്നാമത്തെ കാര്യം, കുറിയിടുന്ന ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. ചന്ദനം തൊടുന്നത്, അല്ലെങ്കിൽ കളഭം തൊടുന്നത്, ഈ കുങ്കുമം ധരിക്കുന്നതോ വിഭൂതി ധരിക്കുന്നതോ ഒക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് ഹിന്ദുവിന് വിശ്വാസം പാടില്ലേ? ഹിന്ദു വിശ്വാസം, ഞാൻ കുറിയിടും, ഞാൻ ചന്ദനം നെറ്റിയിൽ തൊടും, അതിനെന്താ കുഴപ്പം? ഞാൻ ക്ഷേത്രത്തിൽ പോവും, ഞാൻ കയ്യിൽ ചരട് കെട്ടും, എന്താണ് കുഴപ്പം? അതൊന്നും പാടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ഈ കാര്യം എന്ന് പറയുന്നത്. അത്രയേറെ അത് ഹിന്ദു വിരോധമാണ് ആത്യന്തികമായി ഇതിനകത്തുള്ള. ഒരാൾ BJPക്കാരനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോടുള്ള വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഹിന്ദു ബോധ്യത്തിലേക്ക് വന്നു, അവൻ രാഷ്ട്രീയമായിട്ട് ഹിന്ദു എന്ന് പറയുന്ന ബോധത്തിലാണ് നിൽക്കുന്നത് എന്ന് വരുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകുന്നത്. ഒരാളുടെ സ്വാഭിമാനമാണത്. ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്നത് എൻ്റെ സ്വാഭിമാനമാണ്, ഞാൻ ഭാരതീയനാണ് എന്നുള്ളത് എൻ്റെ സ്വാഭിമാനമാണ്, ഞാൻ BJPക്കാരനാണെന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ്, എനിക്കിഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഞാൻ അതാണെന്ന് പറയും. അതിലെന്താ കുഴപ്പം? ഇവിടെ CPMകാർക്ക് ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്ത ആൾക്കാരായ കമ്മ്യൂണിസ്റ്റുകളാണ്. ലോകത്തിലെ ഏറ്റവും മനുഷ്യരെ കൊന്നു തള്ളിയ ഏറ്റവും നീചന്മാരായിട്ടുള്ള വർഗം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകളാണ്. കമ്മ്യൂണിസ്റ്റുകൾ കൊന്നതുപോലെ ലോകത്താരും, ഹിറ്റ്ലർ പോലും 4ാം സ്ഥാനത്ത് വരുന്നുള്ളൂ. 1, 2, 3 സ്ഥാനം കമ്മ്യൂണിസ്റ്റുകൾക്കാണ്, 4ാം സ്ഥാനമേ ഹിറ്റ്ലർക്കുള്ളൂ. അതിന് പിന്നിൽ പിന്നെയും വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ കൊലപാതകികൾ, മാസ് കില്ലേഴ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ് എന്നുള്ളതാണ്, അതിൽ യാതൊരു സംശയമില്ല. എന്നിട്ടാണ് അവർ ഇവിടെ വന്ന് ഉദാത്ത മനുഷ്യസ്നേഹം പറയുന്നത്. ഉദാത്തമായ മനുഷ്യസ്നേഹമാണ് പറയുന്നത്. എന്ത് മനുഷ്യസ്നേഹം? കൊന്നു തള്ളിയത്. എന്നിട്ട് എടുത്ത വായിക്ക് പറയും, ഗുജറാത്ത് കണ്ടില്ലേ, ബാബറി മസ്ജിദ് കണ്ടില്ലേ, ഞങ്ങൾ അങ്ങോട്ട് പറയട്ടെ എന്തൊക്കെയാണ് കാണേണ്ടതെന്ന്. മാറാട് കണ്ടില്ലേ, മലപ്പുറം കലാപം കണ്ടില്ലേ, മലപ്പുറം 1921, നൗഖാലി കണ്ടില്ലേ നിങ്ങൾ, ബംഗ്ലാദേശ് കാണുന്നില്ലേ ഇപ്പോഴും, കാശ്മീർ കണ്ടില്ലേ, പണ്ഡിറ്റുകളുടെ അവസ്ഥ കണ്ടില്ലേ, പഞ്ചാബ് കണ്ടില്ലേ നിങ്ങളാരും, അസമിൽ കണ്ടില്ലേ, മുർഷിദാബാദ് കണ്ടില്ലേ. അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ എണ്ണം നീളും. ഇവർക്കൊരു ഗുജറാത്തേ ഉള്ളൂ പറയാൻ, നമുക്ക് അങ്ങോട്ട് പറയാൻ. ഇവർ കൊന്ന ഹിന്ദുക്കളുടെ എണ്ണം പറയാൻ ഒരുപാടുണ്ട് നമുക്ക് പറയാനായിട്ട്. കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നിരത്താതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ റോബിൻ രാധാകൃഷ്ണൻ്റെ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കാനായിട്ട് ഇവിടെ പ്രബുദ്ധരായിട്ടുള്ള BJPക്കാർ, ഇവിടുത്തെ സംഘികൾ ഉണ്ടാകും. ആ സംഘികൾ റോബിൻ രാധാകൃഷ്ണന് നമ്മൾ പ്രഖ്യാപിക്കുന്നത് പോലെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും. അവരുടെ രാഷ്ട്രീയ ബോധ്യത്തെ, അവരുടെ അവകാശത്തെ, സ്വാതന്ത്ര്യത്തെ, എന്തൊരു അസഹിഷ്ണുതയാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക്, ഇല്ലെങ്കിൽ ഈ മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിന്. അവരുടെയൊക്കെ അസഹിഷ്ണുത അങ്ങേ അറ്റം തള്ളി നിൽക്കുകയാണ്. റോബിൻ രാധാകൃഷ്ണൻ സംഖ്യയാണ്, അവൻ RSS ആണ്, ഞാൻ BJP ആണെന്ന് ഉറപ്പിച്ച് പറയുന്നത് അയാളുടെ ഇഷ്ടമാണ്. ഇവർ കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റവും വലിയ വിഡ്ഢികളാണ്, ബുദ്ധിയില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ അല്ലാത്ത ഹിന്ദു ആയിട്ട് ഒരാൾ മാന്യമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അയാളെ പറഞ്ഞ് സംഖ്യയാക്കി അവൻ ഇന്നവർ BJPയിലോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലോ പോകാൻ താല്പര്യമില്ലാത്തവരായിരിക്കും, അവൻ BJP ചേരും. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ BJPയിലാകുമ്പോഴത്തേക്കും കൂടുതൽ ഇവർ ആക്രമിക്കുമ്പോൾ പറയാം, എന്തായാലും ഞാൻ ചാകയിൽ പോയി തുടങ്ങാൻ.
അവൻ അങ്ങനെ നിത്യമായി ശാഖയിൽ പോകും. കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ ഓരോരുത്തരെയും ഈ RSS ആക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കമ്മ്യൂണിസ്റ്റുകളും പൊളിറ്റിക്കൽ ഇസ്ലാമും അവർ അടങ്ങിയിരുന്നെങ്കിൽ, അവരവരുടെ കാര്യം നോക്കിയിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഹിന്ദുവിനെ ആക്രമിക്കാൻ വരാതിരുന്നെങ്കിൽ ഇവിടെ ഒറ്റ സംഘടന പോലും ഉണ്ടാവില്ല. ഹിന്ദുക്കൾ അങ്ങനെ സംഘടിച്ച് പാർട്ടിയൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംഘടന ഉണ്ടാക്കി സംഘടിതമായി ആരെയെങ്കിലും ആക്രമിച്ച ഒരു ശീലമുള്ള വിഭാഗമല്ല, അങ്ങനെ ചെയ്യുന്നവരില്ല. പക്ഷേ ആക്രമിക്കാനും യുദ്ധം ചെയ്യാനും ഹിന്ദുക്കളെ കഴിഞ്ഞിട്ടേ വേറെ ഉള്ളൂ എന്നുള്ളത് മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അവനവൻ്റെ ആചാരവിശ്വാസങ്ങളോടുകൂടി പോകുന്ന ഹിന്ദുക്കളെ പറഞ്ഞ് BJP ആക്കുന്നത് ഇവിടെയുള്ളവരാണ്. അങ്ങനെ BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ വളർച്ചയ്ക്ക് വലിയൊരു പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും ലെഫ്റ്റ് ലിബറൽസും ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളും ഒക്കെയാണ്. എന്തായാലും അതിനെനിക്ക് അവരോട് നന്ദിയുണ്ട്. BJPയെയും RSSനെയൊക്കെ വളർത്തി തരികയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തായാലും റോബിൻ രാധാകൃഷ്ണൻ എടുത്ത നിലപാടിന് റോബിൻ രാധാകൃഷ്ണൻ അഭിനന്ദനങ്ങൾ, ഒരു സല്യൂട്ട്. അതുപോലെ തന്നെ റോബിൻ രാധാകൃഷ്ണന് പൂർണ്ണ പിന്തുണയും പറയുകയാണ്. കാരണം ഞാനൊരു BJPക്കാരനാണ്, ഞാനൊരു RSSകാരനാണ്, അതിൽ അഭിമാനിക്കുന്ന ആളാണ്. അതുപോലെ തന്നെയാണ് റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത്. റോബിൻ രാധാകൃഷ്ണൻ നമ്മുടെ ഒരു കൂടപ്പിറപ്പാണ്, അദ്ദേഹത്തെ സംരക്ഷിക്കുക, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.